പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും സ്വാഗതം. നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 3-ാമത്തെ അധ്യായം കർമ്മയോഗമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ കർമ്മം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം, കർമ്മം ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ല എന്നുള്ള വസ്തുത, ഏതു തരത്തിലുള്ള കർമ്മമാണ് ചെയ്യേണ്ടത്, എല്ലാവിധ കർമ്മവും ഒരേപോലെയുള്ളതല്ല. ചില കർമ്മങ്ങൾ നമ്മളെ ഭൗതികമായിട്ട് കൂടുതൽ ബന്ധിക്കുന്നതാണ്. ചില കർമ്മങ്ങൾ ഒരു വ്യക്തിയെ, ഒരു ജീവനെ കൂടുതൽ ഉയർത്തുന്നതും കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നതും മുക്തിമാർഗത്തിലേക്ക് നയിക്കുന്നതും ഭഗവത് ധാമപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നതുമാണ്. അപ്പോൾ ആ ഒരു കർമ്മത്തിന്റെ മാനദണ്ഡം ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഭഗവാൻ വിഷ്ണുവിന്റെ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തൃപ്തിക്കായി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഒരു ജീവനെ കൂടുതൽ മുക്തനാക്കുന്നതാണ്. എന്നാൽ ഭഗവാന്റെ തൃപ്തിക്ക് വിപരീതമായി ഭഗവാൻ നിർദ്ദേശിക്കാത്ത, ഭഗവാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തി കൂടുതൽ ഈ ഭൗതിക ലോകത്ത് ബന്ധിക്കപ്പെടും എന്നുള്ള കാര്യം ഭഗവാൻ വിശദമാക്കി. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന. ഇതാണ് കർമ്മം ചെയ്യുന്നതിന്റെ ഏറ്റവും പൊതുവായിട്ടുള്ള, ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ ബാധകമായിട്ടുള്ള കർമ്മനിയമം. ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ജീവൻ പ്രവർത്തിക്കേണ്ടത്. അല്ലാത്ത പ്രവർത്തനങ്ങൾ ആ ജീവനെ കൂടുതൽ കുരുക്കുകളിലേക്ക്, കൂടുതൽ ബന്ധനങ്ങളിലേക്ക്, കൂടുതൽ ദുരിതങ്ങളിലേക്കാണ് നയിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം യജ്ഞം ചെയ്താൽ ഉണ്ടാകുന്ന പ്രയോജനങ്ങളെ കുറിച്ച്, യജ്ഞം ചെയ്യേണ്ടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഭഗവാൻ വിശദമാക്കി. യജ്ഞം ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഭൗതികമായും ആത്മീയമായിട്ടുമുള്ള എല്ലാ ഉയർച്ചയും ലഭിക്കും എന്ന് ഭഗവാൻ വിശദമാക്കി കൊടുത്തു. യജ്ഞത്തിലൂടെ ദേവന്മാർ സന്തുഷ്ടരായി കഴിഞ്ഞാൽ ആ ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് വളരെ സുഖകരമായിട്ട് തന്നെ ഭൗതികമായിട്ട് ഉള്ള നേട്ടങ്ങൾ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതേപോലെ ആത്യന്തികമായി യജ്ഞത്താൽ മനസ്സ് ശുദ്ധമാകും. മനസ്സ് ശുദ്ധമാകുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കും. ഭഗവാനെ കുറിച്ച് അറിയുന്നതിലൂടെ ആ വ്യക്തിക്ക് ഭൗതികമായിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്ന് മോക്ഷം ലഭിക്കും. ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള അവസരവും ഉണ്ടാകും. ഇങ്ങനെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഒരു വ്യക്തിക്ക് ഉയരണമെങ്കിൽ, ഒരു മനുഷ്യന് ഉയരണമെങ്കിൽ, ഒരു ജീവന് ഉയരണമെങ്കിൽ തീർച്ചയായിട്ടും യജ്ഞമാണ് അതിനുള്ള മാർഗം എന്ന് ഭഗവാൻ പറഞ്ഞു.
യജ്ഞം ചെയ്യുന്നതിലൂടെയാണ് ഒരു ജീവന് എല്ലാ തരത്തിലും പുരോഗതി പ്രാപിക്കാൻ സാധിക്കുന്നത്, ഉയരാൻ സാധിക്കുന്നത്, ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുന്നത്, മനുഷ്യ ജീവിതം സഫലമാക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം ഭഗവാൻ വ്യക്തമാക്കി. അതിനുശേഷം ആ യജ്ഞത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്ത, സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം പ്രവർത്തിക്കാൻ മുതിരുന്ന ആളുകളെ കുറിച്ച് ഭഗവാന്റെ അഭിപ്രായം പറഞ്ഞു. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയ അഘായുരിന്ദ്രിയാരാമോ മോഹം പാർത്ത സജീവതി. ഈ ഒരു ഭഗവാന്റെ പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, ഭഗവാന്റെ പദ്ധതി യജ്ഞം ചെയ്തു വരണം എന്നുള്ളതാണ്, അത് മനസ്സിലാക്കാതെ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന, യജ്ഞപദ്ധതികൾ അനുസരിക്കാത്ത ആ വ്യക്തികൾ തീർച്ചയായിട്ടും അവർ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരും. ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരുടെ ജീവിത ലക്ഷ്യം തന്നെ ഇന്ദ്രിയ തൃപ്തിയാണ്. ജീവിത ലക്ഷ്യം ഇന്ദ്രിയ തൃപ്തി ആയതുകൊണ്ട് അവർ തീർച്ചയായിട്ടും മോഹം പാർത്ത അഘായുരിന്ദ്രിയാരാം, അവര് പാപം നിറഞ്ഞ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരും എന്നാണ്. ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ തീർച്ചയായിട്ടും പാപം നിറഞ്ഞ പ്രവൃത്തികളിലേക്ക് വീണുപോകും. ഭാഗവതത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. നൂനം പ്രമത്ത കുരുതേ വികർമ്മ യദിന്ദ്രിയ പ്രീതയെ ആപ്നോതി എന്ന് പറയാം. ആരാണോ തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇന്ദ്രിയ പ്രീതിയാണ് എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നത്, അവൻ പ്രമത്തനാണ് എന്നാണ് ഭാഗവതം പറയുന്നത്. പ്രമത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകർഷേണ മത്തൻ. മത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തൻ, വലിയ ഭ്രാന്തനായിട്ട് ആണ് പ്രവർത്തിക്കുന്നത്. ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. അവൻ തീർച്ചയായിട്ടും ബോധമില്ലാത്തത് കൊണ്ട്, ആത്മീയമായിട്ടുള്ള ബോധമില്ലാത്തത് കൊണ്ട്, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് പാപം നിറഞ്ഞ ജീവിതത്തിലേക്ക് വീണുപോകും എന്നാണ് അവിടെ പറയുന്നത്. നൂനം പ്രമത്ത കുരുതേ വികർമ്മ. ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ഭ്രാന്തനായിട്ടുള്ള ഒരു വ്യക്തി നൂനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ എന്ത് ചെയ്യും? വികർമ്മ. പാപം നിറഞ്ഞ കർമ്മങ്ങളൊക്കെ ചെയ്യും അവിടെ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഭഗവാൻ ഇവിടെ പറയുന്നു, ആ വ്യക്തി പാപം നിറഞ്ഞ ജീവിതത്തിലേക്ക് വീണുപോകും. മാത്രമല്ല അവന്റെ ജീവിതം ലക്ഷ്യം കാണാതെ, ലക്ഷ്യത്തിലെത്താതെ പോകും എന്ന് പറയും. ആ വ്യക്തിയുടെ ജീവിതം ഒരിക്കലും സഫലമാകുന്നില്ല എന്നാണ് പറയുന്നത്. മോഹം പാർത്ഥസ ജീവിതി. അവന്റെ ജീവിത ലക്ഷ്യം ഒരിക്കലും നിറവേറാൻ പോകുന്നില്ല എന്ന് പറയും. അപ്പോൾ ഭഗവാൻ എല്ലാവർക്കും വേണ്ടി നൽകിയിട്ടുള്ള മാർഗമാണ് യജ്ഞമാർഗം എന്ന് പറയുന്നത്. അത് സ്വീകരിക്കുന്നവർക്ക് എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകും. അത് സ്വീകരിക്കാത്തവർക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അത്രയും ആ ഒരു യജ്ഞ കർമ്മങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നത്. 16-ാമത്തെ ശ്ലോകത്തിലാണ് ആ യജ്ഞം ചെയ്യാത്തവരെ കുറിച്ച് ഭഗവാൻ പറയുന്നത്. യജ്ഞകർമ്മങ്ങളിൽ വിശ്വാസമില്ലാത്ത, ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകാത്തവരെ കുറിച്ച് പറയുന്നത് 16-ാമത്തെ ശ്ലോകത്തിലാണ്, 3-ാമത്തെ അധ്യായത്തിൽ. ഇനി നമ്മൾക്ക് വായിക്കാനുള്ളത് 17-ാമത്തെ ശ്ലോകമാണ്. യസ്താത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. അപ്പോൾ യജ്ഞകർമ്മങ്ങളിലൂടെ ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിയെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ഇത് കുറച്ചുകൂടി വളരെ ഉയർന്ന ഒരു വ്യക്തിയാണ്. ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിയാണ്, മുക്താത്മാവാണ്. ആ മുക്താത്മാവിനെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. എന്താണ് പറയുന്നത് നമ്മൾക്ക് നോക്കാം. വിവർത്തനം ഭാവാർത്ഥം വായിക്കാം, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 17-ാമത്തെ ശ്ലോകം വായിച്ചോളൂ. വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന് ശേഷം നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പരമാത്മനേ നമഃ. യസ്ത്വാത്മരതിരേവ സ്യാദാത്
ആത്മതൃപ്ത മാനവ ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. കിം തു എന്ന് അർത്ഥം വായിക്കണോ? വാക്കർത്ഥം വായിക്കണം ശ്രുതി. വിവർത്തനം വായിച്ചാൽ മതി. മനുഷ്യജീവിതം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഒഴിഞ്ഞുവെക്കുകയും ആത്മാരാമനായി വർത്തിക്കുകയും ആത്മാവിൽ പൂർണ്ണതൃപ്തനായിരിക്കുകയും ചെയ്യുന്നവന് കർത്തവ്യങ്ങളൊന്നുമില്ല. ഭാവാർത്ഥം: തികച്ചും കൃഷ്ണാവബോധമുള്ളവനും അതിനനുസരിച്ചുള്ള പ്രവൃത്തികളിൽ സന്തുഷ്ടനുമായ ഒരാൾക്ക് മറ്റൊരു ചുമതലയും നിറവേറ്റാനില്ല. കൃഷ്ണാവബോധം ഉദിക്കുന്നത് കൊണ്ട് തൽക്ഷണം തന്നെ അനേകായിരം യജ്ഞാനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രം സാധിക്കാവുന്ന വിധത്തിൽ അയാളുടെ ഹൃദയമാലിന്യം ആകെ ഉടനെ ഒഴിഞ്ഞു പോകുന്നു. ആ പ്രജ്ഞാശുദ്ധി കൊണ്ട് തനിക്ക് ഭഗവാനുമായുള്ള ബന്ധത്തിന്റെ ശാശ്വതത്വത്തിൽ അയാൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാകുന്നു. അങ്ങനെ ഭഗവത് കാരുണ്യം കൊണ്ട് തന്റെ കർത്തവ്യം എന്തെന്ന് അയാൾക്ക് ബോധ്യപ്പെടുന്നു. ആ നിലയ്ക്ക് ഇനി വൈദിക വിധികൾ അനുസരിക്കേണ്ട ആവശ്യമില്ല. കൃഷ്ണാവബോധം സിദ്ധിച്ച അയാൾക്കുമേൽ ഭൗതിക പ്രവർത്തനങ്ങളിൽ താല്പര്യമോ മദ്യം, സ്ത്രീകൾ മുതലായ വശ്യ വിഷയങ്ങളിൽ ആസക്തിയോ ഇല്ലാതാവുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സീതാലക്ഷ്മി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒന്നെങ്കിൽ ഒരു ഗുരുവിന്റെ, ആത്മീയ ഗുരുവിന്റെ കാരുണ്യം കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ജന്മത്തിലെ ജ്ഞാനാർജനം കൊണ്ടോ ഭാഗ്യം കൊണ്ട് കൃഷ്ണാവബോധത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, ബ്രഹ്മാണ്ഡേ ഭ്രമിതേ ഭാഗ്യവാൻ ജീവ് ഗുരു കൃഷ്ണപ്രസാദേ ഭക്തി ലതാഭി. ഒരു ജീവൻ എങ്ങനെയാണ് ഈ കൃഷ്ണാബോധം ലഭിക്കുന്നത്? ഒരുപാട് ജന്മത്തിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ സ്വീകരിച്ച് പല പല ബ്രഹ്മാണ്ടങ്ങളിൽ ജനിച്ചും മരിച്ചും കഴിഞ്ഞ് അവസാനം ഭാഗ്യമുണ്ടാകുന്ന സമയത്ത് ഭഗവാന്റെയും ഗുരുവിന്റെയും കാരുണ്യം ലഭിക്കുന്ന സമയത്താണ് ഗുരു കൃഷ്ണപ്രസാദേ ഭക്തിലത. ആ കൃഷ്ണാബോധം എന്നുള്ള ഒരു ഭക്തി, ആ ഭക്തിയുടെ വിത്ത് ലഭിക്കുന്നത് ഭഗവാന്റെയും ഗുരുവിന്റെയും കാരുണ്യം ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെ ഒരു ആത്മീയ ഗുരുവിനെ കിട്ടുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഒരു കൃഷ്ണാബോധം എന്നുള്ള ആത്മീയ ബോധം ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ ഒരുപാട് ജന്മത്തിലൂടെ ജ്ഞാനാർജനത്തിലൂടെ അവസാനം ഒരു വ്യക്തിക്ക് ബോധ്യപ്പെടും, ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതി വാസുദേവ സർവമിതി. ഭഗവാൻ വാസുദേവൻ തന്നെയാണ്, ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് എല്ലാവരുടെയും ആശ്രയം, എല്ലാറ്റിനെയും നിലനിർത്തുന്നത്, സർവ പ്രപഞ്ചങ്ങളുടെയും നാഥൻ, എല്ലാ പ്രപഞ്ചങ്ങളെയും നിലനിർത്തുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. ഉത്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം. എല്ലാ ലോകങ്ങളുടെയും ഈശ്വരൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്ന് ഈ ഭൗതിക ജീവിതത്തിലെ അവസാനത്തെ ആ ഒരു ജ്ഞാനത്തിന്റെ പരിപൂർണതയിലാണ് ഒരു വ്യക്തിക്ക് ബോധ്യപ്പെടുന്നത്. അങ്ങനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് വീണ്ടും വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഗുരുവിന്റെ കാരുണ്യം കൊണ്ടോ ഒരുപാട് ജന്മത്തിലെ മനസ്സിന്റെ ശുദ്ധീകരണം കൊണ്ടോ ഒരു വ്യക്തിക്ക് കൃഷ്ണാബോധം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വൈദികമായിട്ടുള്ള കർമ്മകാണ്ഡത്തിലെ നിയമങ്ങളൊന്നും അനുസരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ആത്മരതിരേവ സ്യാത് ആത്മതൃപ്തമാനവ ആത്മന്യേവച സന്തുഷ്ട തസ്യകാര്യം ന വിദ്യതേ. ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ തന്നെ ആ വ്യക്തി സന്തുഷ്ടനാണ്. ആത്മീയമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സേവനമാണ്. അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര. യജ്ഞത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരു വ്യക്തി സന്തുഷ്ടനായി കഴിഞ്ഞാൽ, ഭഗവാന്റെ സേവനങ്ങളിൽ തന്നെ ഒരു വ്യക്തി സന്തുഷ്ടനായി കഴിഞ്ഞാൽ, എങ്ങനെയാണ് സന്തുഷ്ടനാകുന്നത്? ആത്മസാക്ഷാത്കാരം ഉണ്ടാകണം, അല്ലെങ്കിൽ കൃഷ്ണാബോധം ഉണ്ടാകണം. എന്താണ് കൃഷ്ണാബോധം? ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ, ഞാൻ ആ ഭഗവാന്റെ സേവകനാണ്. എൻ്റെ ജോലി എന്താണ്? എൻ്റെ പ്രവർത്തനം എന്താണ്? എൻ്റെ കർമ്മം എന്താണ്? ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർമ്മം.
ഇതാണ് കൃഷ്ണാബോധം. കൃഷ്ണാബോധത്തിന്റെ ചുരുക്കം അല്ലെ. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ. അത് ഭഗവാന്റെ സ്ഥാനത്തിനെ കുറിച്ചുള്ള അറിവാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ. ഇനി ഞാനും ഭഗവാനും തമ്മിലുള്ള ബന്ധം അതെന്താണ്? ഞാൻ ഭഗവാന്റെ സേവകനാണ്. പിന്നെ എന്റെ കർമ്മം, എന്റെ ധർമ്മം എന്താണ്? ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ധർമ്മം. ഇതാണ് കൃഷ്ണാബോധത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അറിവ്. ഇത് ശരിയാണ്, ഇത് സത്യമാണ് എന്നൊരു വ്യക്തിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഭഗവത് സേവനത്തിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടാവും. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജോലി, അദ്ദേഹത്തിന്റെ യഥാർത്ഥ കർമ്മം, അദ്ദേഹത്തിന്റെ യഥാർത്ഥ ധർമ്മം ഭഗവാനെ തൃപ്തിപ്പെടുത്തലാണ്. വേറെ ഒന്നുമല്ല എന്റെ ധർമ്മം. ഭഗവാനെ തൃപ്തിപ്പെടുത്തലാണ് എന്റെ ധർമ്മം. അത് തന്നെയാണ് എന്റെ ജീവിതത്തിന്റെ വിജയം. ഭഗവാൻ തൃപ്തനായി കഴിഞ്ഞാൽ എന്റെ ജീവിതം വിജയമായി എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സന്തോഷത്തോടുകൂടി, വലിയ തൃപ്തിയോടുകൂടി ഭഗവാന്റെ സേവനമൊക്കെ ചെയ്യാൻ സാധിക്കും. കാരണം ഞാൻ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. എത്രയോ ജന്മമായിട്ട് എനിക്ക് ലഭിക്കാതെ പോയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഭഗവാന് സന്തോഷമാകുന്നതാണ് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് ബോധ്യപ്പെട്ട വ്യക്തിക്ക് പിന്നെ വീണ്ടും വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളൊക്കെ ചെയ്ത് ശുദ്ധീകരണം നേടേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ആത്മന്യേവച്ച സന്തുഷ്ട സത്യ കാര്യം ന വിദ്യതേ. അവന് വീണ്ടും വേദത്തിലെ കാര്യങ്ങളൊന്നും അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? എല്ലാ വേദങ്ങളിലെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ഹൃദയശുദ്ധി ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇവിടെ ശിലപ്രഭാതർ പറയുന്നുണ്ട്, യജ്ഞകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഹൃദയത്തിന്റെ ശുദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഹൃദയശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞു അല്ലെ. പൂർണ്ണമായിട്ടും ഹൃദയശുദ്ധി ഉണ്ടാകുന്ന സമയത്താണ് കൃഷ്ണബോധം സത്യമാണ് എന്നൊരു വ്യക്തിക്ക് ബോധ്യപ്പെടുന്നത്. അപ്പോൾ വളരെ താല്പര്യത്തോടു കൂടി ആ വ്യക്തിക്ക് ഭക്തി ചെയ്യാൻ സാധിക്കും, ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാൻ സാധിക്കും, ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കും, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിൽ വലിയ സന്തോഷമുണ്ടാകും, ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ടാകും, ഭഗവാന്റെ സേവനങ്ങളൊക്കെ ചെയ്യുന്നതിൽ വലിയ തൃപ്തി ഉണ്ടാകും. അപ്പോൾ ആ വ്യക്തിക്ക് വീണ്ടും ഭൗതിക കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധി നേടേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഭക്തി ചെയ്ത് തന്നെ ശുദ്ധീകരണം നേടിയാൽ മതി എന്നാണ് പറയുന്നത്. കാരണം ആ ഭക്തിക്ക് വേദകർമ്മങ്ങളുടെ ശുദ്ധീകരണ ശക്തിയേക്കാൾ എത്രയോ ഇരട്ടി ശക്തി ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഭാവാർത്ഥത്തിൽ ശിലപ്രഭാതർ വിശദീകരിക്കുന്നത്, കൃഷ്ണാബോധം ഉദിക്കുന്നത് കൊണ്ട് തൽക്ഷണം തന്നെ അനേകായിരം യജ്ഞാനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രം സാധിക്കാവുന്ന വിധത്തിൽ അയാളുടെ ഹൃദയ മാലിന്യമാകെ ഉടനെ ഒഴിഞ്ഞു പോകും. തക്ഷണ എന്ന് പറയുന്നത് അല്ലെ, ഭാഗവതത്തിൽ പറയുന്നത്. ഭഗവാനെ കുറിച്ചുള്ള സത്യങ്ങൾ വിശ്വാസപൂർവം ഒരു വ്യക്തി കേൾക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയ മാലിന്യമാകെ ഇല്ലാണ്ടാകും എന്ന് പറയും. ഭാഗവതത്തില് ഒന്നാമത്തെ സ്കന്ധത്തില് 1-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിംവാ പറയേരീശ്വര സദ്യോ ഹൃദയ അവരുദ്ധ്യതേ അത്ര ഹൃദ്ഭി ശുശ്രൂഷുഭിസ്തക്ഷണ. ശ്രീമദ് ഭാഗവതം ശ്രവിക്കുന്നതിലൂടെ, വിനയപൂർവം ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിലൂടെ മാത്രം പെട്ടെന്ന് തന്നെ തക്ഷണ ശുശ്രൂഷുഭി, വളരെ ശ്രദ്ധയോടുകൂടി വിശ്വാസത്തോടുകൂടി കേൾക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ എല്ലാവിധ മാലിന്യങ്ങളും പെട്ടെന്ന് തന്നെ ഇല്ലാതാകും. ആ ഭഗവാൻ അവിടെ വാസമുറപ്പിക്കും. ഭഗവാൻ അങ്ങനെയുള്ള ആ ശുദ്ധമായിട്ടുള്ള ഹൃദയത്തിൽ സ്ഥിരതാമസമാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ ശുദ്ധീകരണം മറ്റ് യജ്ഞങ്ങൾ കൊണ്ടൊന്നും കിട്ടുകയില്ല. വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ കൊണ്ട് ക്രമേണയുള്ള ശുദ്ധീകരണമാണ് ലഭിക്കുന്നത്. പക്ഷെ നേരിട്ടുള്ള ഭഗവത് സേവനത്തിലൂടെ, നേരിട്ട് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിലൂടെ, നേരിട്ട് ഭഗവാന്റെ സേവനം ചെയ്യുന്നതിലൂടെ
ആയിരക്കണക്കിന് യജ്ഞം ചെയ്യുന്നതിന്റെ ശുദ്ധീകരണം ഒറ്റയടിക്ക് കിട്ടുമെന്നാണ്. അതുകൊണ്ടാണ് വേദകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ജന്മങ്ങൾ ശുദ്ധീകരണത്തിന് വേണ്ടി എടുക്കുന്നത്. ബഹുനാം ജന്മനാം അന്തേ. പക്ഷെ കൃഷ്ണാബോധം കൊണ്ട് തക്ഷണാൽ പെട്ടെന്ന് തന്നെ ആ ജന്മത്തിൽ തന്നെ ശുദ്ധീകരണം ഉണ്ടാകും. വലിയ മാറ്റം നമുക്ക് ഹൃദയത്തിൽ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും. പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമഭയം ഭഗവാൻ പറയുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തിലുള്ള മാറ്റം കാണാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. ഓ, ഞാൻ ഇത്രയും വലിയ മാറ്റം എനിക്കുണ്ടായി, അല്ലെ, എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കും. മോശപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഈസി ആയിട്ട് ഉപേക്ഷിക്കാൻ സാധിക്കും. അതാ കൃഷ്ണാബോധത്തിന്റെ ശുദ്ധീകരണ ശക്തിയുടെ ഉദാഹരണങ്ങളാണ്. ശിലപ്രഭാതൻ അമേരിക്കയിൽ പോയി എല്ലാവിധ മോശം പ്രവർത്തനങ്ങളും ചെയ്യുന്ന ആളുകൾക്കാണ് കൃഷ്ണാബോധം കൊടുത്തത്. പെട്ടെന്ന് തന്നെ അവരുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടായി. അവര് എല്ലാവിധ മോശം പ്രവൃത്തികളും ഉപേക്ഷിച്ചു. ലഹരി വസ്തുക്കളും ഇങ്ങനെയുള്ള എല്ലാവിധ ചൂതാട്ടം, ഇങ്ങനെയുള്ള എല്ലാവിധ ദോഷം നിറഞ്ഞ പ്രവൃത്തികളും ചെയ്തിരുന്നവരായിരുന്നു. പെട്ടെന്ന് തന്നെ അവർക്ക് ഹൃദയശുദ്ധി ഉണ്ടായി. അവരൊക്കെ വലിയ വലിയ വൈഷ്ണവന്മാരായി മാറി. അവരൊക്കെ വൈഷ്ണവ തത്വശാസ്ത്രം പ്രചരിപ്പിക്കുന്ന ആചാര്യന്മാരായിട്ട് മാറി. അവർ ബാക്കി എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിച്ചു. അപ്പോൾ അത്രയ്ക്കും ശുദ്ധീകരണ ശക്തി നേരിട്ടുള്ള കൃഷ്ണാബോധത്തിനുണ്ട്. അങ്ങനെ ആ ഒരു ഹൃദയശുദ്ധി നേടിയവർക്ക്, അതിൽ തൃപ്തി നേടിയവർക്ക് പിന്നെ വേറെ കർമ്മമൊന്നുമില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പ്രഖ്യാപിക്കുന്നത്. ആത്മന്യേവച സന്തുഷ്ട, അവർ അതന്നെ ചെയ്താൽ മതി, ഭഗവാന്റെ സേവനം തന്നെ ചെയ്താൽ മതി. അല്ലാത്തവർ ഹൃദയശുദ്ധി ഉണ്ടാകുന്നവരെ രണ്ടും ചെയ്യണം അല്ലെ. പൂർണ്ണമായിട്ടും ഭഗവത് സേവനത്തെ തന്നെ തൃപ്തിയുള്ളവർക്ക് അത് മാത്രം ചെയ്താൽ മതി. അതുവരെ ആ ഒരു സ്റ്റേജ് എത്തുന്നവരെ രണ്ട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം നമ്മൾക്ക് ആ ഭൗതിക ബോധമുണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണാബോധത്തിൽ പൂർണ്ണമായിട്ടും തൃപ്തി ലഭിക്കാത്തത്. അപ്പോൾ നമ്മൾക്ക് കൃത്രിമമായിട്ട് കൃഷ്ണാബോധത്തിലേക്ക് എടുത്തു ചാടാൻ സാധിക്കുകയില്ല. നമ്മൾക്ക് രണ്ടും ചെയ്ത് ക്രമേണ ഉയർന്നു വരാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ആ ഒരു രുചി, കൃഷ്ണാബോധ സേവനങ്ങളിലുള്ള രുചി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അത് കേൾക്കുന്നതിലൂടെയാണ് വർദ്ധിക്കുന്നത്. കൂടുതൽ കൂടുതൽ കേൾക്കുക, കൂടുതൽ ഭഗവാന്റെ നാമം ജപിക്കുക, കൂടുതൽ ഭഗവാന്റെ സേവനങ്ങളൊക്കെ ചെയ്യുന്നതോറും ഭഗവാൻ തന്നെ അതിനനുസരിച്ച് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഒരു വ്യക്തിക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഭൗതിക വിഷയങ്ങളിൽ നിന്നൊരു വ്യക്തിക്ക് പുറത്തു കിടക്കാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും കൃത്രിമമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾക്ക് കൃത്രിമമായിട്ട് ഇതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിനനുസരിച്ച് ഭഗവാൻ നമ്മളെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഒരു ഭക്തൻ പൂർണ്ണമായിട്ടും കൃഷ്ണബോധത്തിൽ ഉയരുന്നതിന് ഭഗവാനെയാണ് ആശ്രയിക്കുന്നത്. അതിന് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ ആ വ്യക്തി ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഉയർന്നു വരാൻ സാധിക്കുക. ഓക്കെ, ഇതിന്റെ തുടർച്ച തന്നെയാണ് അടുത്ത ശ്ലോകം. നമുക്ക് 18ാമത്തെ ശ്ലോകം വായിക്കാം. 18ഉം 19ഉം ഒരുമിച്ച് വായിച്ചോളൂ. 18 ചെറിയ ഭാവാർത്ഥമാണ്. 18ാമത്തെ ശ്ലോകം. നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന നചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥ വിഭാശ്രയഃ തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹി ആചരൻ കർമ്മ പരമാപ്നോതി പുരുഷഃ. 2 ശ്ലോകം വായിച്ചോളൂ. അതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. ധന്യവാദം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 18. നൈവ തസ്യ കൃതേനാർത്തോ നാകൃതേനേഹ കശ്ചന നചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. കർത്തവ്യം നിറവേറ്റുന്നത് കൊണ്ട് നേടാനായിട്ട് ഒന്നുമില്ല. അത് ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല. അവന് മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ടതുമില്ല. ഭാവാർത്ഥം:
ആത്മജ്ഞാനിക്ക് വിധിഹിതമായ ഒരു കർമ്മവും ചെയ്യേണ്ട ബാധ്യതയില്ല. കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ മാത്രം ഏർപ്പെടാം. അടുത്ത ശ്ലോകങ്ങളിൽ വ്യക്തമാക്കുന്നത് പോലെ കൃഷ്ണാവബോധം എന്ന് വെച്ചാൽ നൈഷ്കർമ്മ്യമല്ല താനും. കൃഷ്ണാവബോധമാർന്ന ഭക്തൻ ദേവന്മാരിലോ മനുഷ്യരിലോ അഭയം തേടുകയില്ല. അയാൾ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്നതെന്തും കർത്തവ്യ നിർവഹണമാകുന്നു. ശ്ലോകം 19. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യചരൻ കർമ്മ പരമാപ്നോതി പുരുഷഃ. വിവർത്തനം. അതുകൊണ്ട് കർമ്മഫലകാംക്ഷ കൂടാതെ കടമ എന്ന നിലയ്ക്ക് കർത്തവ്യം നിറവേറ്റുക. നിഷ്കാമ പ്രവർത്തനം ഭക്തനെ പരമപദത്തിൽ എത്തിക്കും. ഭാവാർത്ഥം. പരമപദമെന്നാൽ ഭക്തന്മാർക്ക് ഭഗവാനും അവ്യക്തിഗതവാദികൾക്ക് മുക്തിയുമത്രേ. കൃഷ്ണാവബോധത്തോടെ ശരിയായ മാർഗനിർദ്ദേശം സ്വീകരിച്ച് ഫലേച്ഛയന്യോ കൃഷ്ണനു വേണ്ടി കർമ്മം ചെയ്യുന്ന ആൾ തീർച്ചയായും ജീവിതത്തിന്റെ അത്യുത്തമ ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ്. കുരുക്ഷേത്രത്തിൽ കൃഷ്ണന്റെ താല്പര്യമനുസരിച്ച് പൊരുതാനാണ് അർജുനൻ നിയുക്തനായിട്ടുള്ളത്. അർജുനൻ യുദ്ധം ചെയ്യണമെന്ന് കൃഷ്ണൻ ആഗ്രഹിച്ചു. ഒരു നല്ല മനുഷ്യനോ അഹിംസാനിരതനോ ആകണമെന്നത് വ്യക്തിപരമായ ആഗ്രഹമാണ്. ഭഗവത് പ്രീതിക്കായി പ്രവർത്തിക്കുക എന്നത് ഫലകാംക്ഷ കൂടാതെയുള്ള കർമ്മവും. ഭഗവാൻ ശ്രീകൃഷ്ണനാൽ ഉപദേശിക്കപ്പെട്ട അത്യുത്കൃഷ്ടമായ കർമ്മമാണത്. ഇന്ദ്രിയ തൃപ്തിക്കായി ചെയ്യപ്പെട്ട ദുഷ്കർമ്മങ്ങളിൽ നിന്ന് ജീവനെ ശുദ്ധീകരിക്കാനുതകുന്നവയാണ് വേദോക്തങ്ങളായ യജ്ഞങ്ങളും ചടങ്ങുകളുമെല്ലാം. കൃഷ്ണാവബോധ പ്രവർത്തനമോ പാപപുണ്യ കർമ്മങ്ങളുടെ പ്രതികരണങ്ങൾക്ക് അതീതമായ ഒന്നാകുന്നു. കൃഷ്ണാവബോധം നേടിയവർ ഭഗവാനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. ഫലത്തിൽ അവർക്ക് താല്പര്യമില്ല. പൂർണ്ണമായ അനാസക്തിയോടെയാണ് അവർ എല്ലാ തരം പ്രവർത്തികളിലും ഏർപ്പെടുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഒരു ജീവന്റെ ധർമ്മത്തിനെ കുറിച്ചാണ്, ജീവന്റെ വിധിക്കപ്പെട്ട കർമ്മത്തിനെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. 18ാമത്തെ ശ്ലോകത്തിൽ നൈവ തസ്യ കൃതേനാർപ്പോ നാകൃതേനേഹ കശ്ചന നചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥ വിഭാശ്രയ. അപ്പോൾ ഇതൊരു മുക്താത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. മുക്താത്മാവിന്റെ കർമ്മം എന്താണ്? സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കാം, മുക്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യാനുള്ളത്? ഭഗവത് സേവനം. അതെ, ഭഗവത് സേവനം. അത് നമ്മൾക്ക് ഇപ്പോൾ അറിയാം അല്ലെ? പക്ഷെ സാധാരണഗതിയിൽ ആളുകൾ വിചാരിക്കുന്നത് എന്താണ്? മുക്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, മുക്തി കിട്ടിക്കഴിഞ്ഞാൽ അലിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത് അല്ലെ? ഭഗവാനിൽ അലിഞ്ഞു ചേർന്നു, അതാണ് മുക്തി എന്നാണ് നമ്മൾ ഈ കൃഷ്ണാവബോധത്തിലേക്ക് വരുന്നതിന്റെ മുന്നേ, അല്ലെങ്കിൽ ശീലപ്രബോധന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതിന്റെ മുന്നേ നമ്മൾ വിചാരിച്ചിരുന്നത്. മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർമ്മം ഒന്നുമില്ല, വെറും ശൂന്യത എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ മുക്തനും കർമ്മമുണ്ട് എന്നിവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുക്താത്മാവിനും കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ആത്മസാക്ഷാത്കാരം ലഭിച്ചവന് തനിക്ക് വിധിക്കപ്പെട്ട കർത്തവ്യം നിറവേറ്റുന്നത് കൊണ്ട് നേടാനായിട്ടൊന്നുമില്ല. അത് ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല. അവന് മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ടതുമില്ല. അപ്പോൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് മുക്തി കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെ? മുക്തി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് പോകണമെന്നില്ല, മരിച്ചു പോവില്ല. മുക്തി കിട്ടിയാലും നമ്മൾ ജീവൻ മുക്തന്മാരായിട്ടിരിക്കും. അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെ? നമ്മൾ സാധാരണ വിചാരിക്കുക, മുക്തി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്തായി, അങ്ങനെ വൈകുണ്ഠ ലോകത്തിലേക്ക് 4 കൈകളുമായിട്ട് അങ്ങനെ ഉയർന്നു പോകും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ ആകണമെന്നില്ല. ഈ ശരീരത്തിന് എത്രത്തോളം ആയുസ്സുണ്ടോ അത്രയും കാലം ആ വ്യക്തിക്ക് മുക്താത്മാവായിട്ട് ഈ ഭൗതിക ശരീരത്തിൽ തന്നെ ഇരിക്കാം. അപ്പോൾ ആ വ്യക്തി ആരാണ്? ആത്മസാക്ഷാത്കാരം ലഭിച്ചിട്ടുള്ള മുക്തനായിട്ടുള്ള ഒരു ജീവനാണ്, ജീവാത്മാവാണ്.
യജ്ഞകർമ്മങ്ങളൊക്കെ ചെയ്തു, ഹൃദയശുദ്ധീകരണം ഉണ്ടായി, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ എന്ന് മനസ്സിലായി. ആ ഭഗവാനെ പ്രീതിപ്പെടുത്തുക മാത്രമാണ് എൻ്റെ ധർമ്മം, മറ്റൊരു ധർമ്മമില്ല, അതാണ് എൻ്റെ യഥാർത്ഥ കർമ്മം എന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടു. അങ്ങനെയുള്ള വ്യക്തിയാണ് മുക്താത്മാവ് എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ വിധിക്കപ്പെട്ട കർമ്മത്തിനെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ആ സമയത്ത് വിധിക്കപ്പെട്ട കർമ്മം മാറും. സാധാരണഗതിയിൽ 2 തരം കടമകളുണ്ട് ഒരു വ്യക്തിക്ക്. പൂർണ്ണമായിട്ടും ശരീരബോധത്തിലിരിക്കുന്ന വ്യക്തിക്ക് ശാരീരികമായിട്ടുള്ള കടമകളാണ് നിറവേറ്റാനുള്ളത്, അല്ലെ? ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളോടുള്ള കടമകൾ. പക്ഷെ ഒരു മുക്താത്മാവിന് അങ്ങനെ ആ വിധിക്കപ്പെട്ട ശാരീരികമായിട്ടുള്ള കടമകൾ നിറവേറ്റണമെന്ന് നിർബന്ധമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ആത്മസാക്ഷാത്കാരം ലഭിച്ചവന് തനിക്ക് വിധിക്കപ്പെട്ട കർത്തവ്യം നിറവേറ്റുന്നത് കൊണ്ട് നേടാനായിട്ടൊന്നുമില്ല. ആ ഭൗതികമായിട്ടുള്ള കടമകൾ കൊണ്ട് ഒന്നും നേടാനില്ല എന്നവന് മനസ്സിലാവും. ഇനി അത് ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല. അത് പക്ഷെ ആ വ്യക്തി നിർബന്ധമില്ലെങ്കിൽ പോലും അത് ചെയ്യാം, അത് ചെയ്യുകയും ചെയ്യാം. അവന് മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ടതുമില്ല. ഇപ്പൊ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭാകർ പറയുന്നുണ്ട്, ആത്മജ്ഞാനിക്ക്, പൂർണ്ണമായിട്ടും മുക്തനായിട്ടുള്ള ഒരു വ്യക്തിക്ക്, പൂർണ്ണമായിട്ടും കൃഷ്ണാബോധം ലഭിച്ച ഒരു വ്യക്തിക്ക് വിധിവിഹിതമായ ഒരു കർമ്മവും ചെയ്യേണ്ട ബാധ്യതയില്ല. ജീവൻ മുക്തനായി കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ സേവിക്കുക മാത്രമേ എനിക്ക് കർമ്മമായിട്ടുള്ളൂ എന്ന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഭൗതിക കർമ്മങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ബാധ്യതയില്ല എന്നാണ് പറയുന്നത്. കൃഷ്ണാബോധ പ്രവർത്തനങ്ങളിൽ മാത്രം ഏർപ്പെടാം. ആ വ്യക്തിക്ക് മുഴുവൻ സമയം കൃഷ്ണാബോധ പ്രവർത്തനത്തിൽ ഏർപ്പെടാം. അപ്പോഴാണ് ആ വ്യക്തിയുടെ വിധി മാറുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ മാറുന്നു. ഭൗതിക കർമ്മങ്ങൾ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സ്റ്റേജിലെത്തും. അടുത്ത ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നത് പോലെ കൃഷ്ണാബോധം എന്ന് വെച്ചാൽ നൈഷ്കർമ്മ്യം അല്ല താനും. പക്ഷെ ആ ആത്മീയബോധത്തിലും മുക്താവസ്ഥയിലും ആ വ്യക്തിക്ക് എന്തുണ്ട്? കർമ്മങ്ങളുണ്ട്. വെറുതെ ധ്യാനിച്ചിരിക്കുകയല്ല, ആ വ്യക്തിക്ക് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ അതെന്ത് കർമ്മങ്ങളാണ്? ഭഗവാന്റെ സേവന കർമ്മങ്ങളാണ്. ഭഗവാനെ സേവിക്കുന്ന കർമ്മങ്ങളാണ് ആ വ്യക്തിക്ക് ചെയ്യാനുള്ളത്. അത് നൈഷ്കർമ്മ്യമല്ല. മുക്തനായി എന്ന് പറഞ്ഞിട്ട് അനങ്ങാണ്ടിരിക്കുകയല്ല, അല്ലെങ്കിൽ സമാധി അവസ്ഥയിൽ ഇരിക്കുകയല്ല. അതല്ല യഥാർത്ഥ മുക്തി എന്ന് പറയും. അപ്പൊ മുക്തിയെക്കുറിച്ച് യഥാർത്ഥ ബോധ്യം ജനങ്ങൾക്കില്ലാത്തത് കൊണ്ട് പലരും ആത്മീയതയുടെ പേരിൽ പല കാര്യങ്ങളും കാണിച്ച് ആളുകളെ പറ്റിക്കുന്നുണ്ട്, അല്ലെ? ഒരു വ്യക്തി ഞാൻ സമാധി അവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അനങ്ങാണ്ടിരിക്കും. ഞാൻ മൗനവ്രതത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനങ്ങാണ്ടിരിക്കും. അവരൊക്കെ വലിയ വലിയ ആത്മീയ നേതാക്കന്മാരായിട്ട് അല്ലെങ്കിൽ ആത്മീയമായിട്ട് ഉയർന്ന ആളുകളായിട്ട് ആളുകളെ തെറ്റിദ്ധരിക്കും. അവരേതോ വലിയ സിദ്ധി നേടിയവരാണ് എന്നൊക്കെ കരുതി അവരുടെ അടുത്തേക്ക് പോകും. പക്ഷെ അതൊന്നുമല്ല മുക്തന്റെ അവസ്ഥ എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. മുക്തനായാലും ആ വ്യക്തി എന്ത് ചെയ്യും? ഭക്തി, ഭഗവാന്റെ സേവനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് യഥാർത്ഥ മുക്തന്റെ അവസ്ഥ എന്നാണ് പറയുന്നത്. കൃഷ്ണബോധമാർന്ന ഭക്തൻ ദേവന്മാരിലോ മനുഷ്യരിലോ അഭയം തേടുകയില്ല. അപ്പൊ എങ്ങനെയാണ് കൃഷ്ണബോധത്തിലുള്ള ഒരു വ്യക്തി മുക്തനാകുന്നത്? എന്തുകൊണ്ടാണ് മുക്തനാകുന്നത്? ആ വ്യക്തി ഭഗവാനെ മാത്രം ആശ്രയിക്കുന്നത് കൊണ്ടാണ് മറ്റെല്ലാവരിൽ നിന്നും മുക്തനാകുന്നത്. ആ വ്യക്തി ദേവന്മാരെയോ മറ്റു മനുഷ്യന്മാരെ ആശ്രയിക്കുന്നില്ല. അങ്ങനെയാണ് മുക്തനാവുന്നത്. പൂർണ്ണമായിട്ടും ഭഗവാനിൽ വിശ്വാസം വന്നു. ഏതൊരു അവസരത്തിലും എൻ്റെ കൂടെ ഭഗവാനുണ്ട്, ഞാൻ എൻ്റെ അടുത്തുള്ള ഭഗവാനെ മാത്രം ആശ്രയിച്ചാൽ മതി, ആ ഭഗവാൻ എന്നെ മുന്നോട്ട് നയിക്കും എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് ആ വ്യക്തി മുക്തനാകുന്നത്. ആ പൂർണ്ണ ബോധ്യം വന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾക്ക് എല്ലാവരെയും ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ വീണ്ടും ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളിൽ തന്നെ ഇരിക്കും. അപ്പോൾ ആ ഒരു യഥാർത്ഥ ബോധ്യത്തിൽ മാത്രമാണ് ഒരു വ്യക്തി മുക്താത്മാവാകുന്നത്. കൃഷ്ണാബോധമാർന്ന ഭക്തൻ ദേവന്മാരിലോ മനുഷ്യരിലോ അഭയം തേടുകയില്ല. ആത്മീയ ലോകത്തിലുള്ള ജീവാത്മാക്കൾ ഒരിക്കലും മറ്റു ദേവന്മാരെ ആശ്രയിക്കുന്നില്ല. അവർ പൂർണ്ണമായിട്ടും ഏതവസ്ഥയിലും ഭഗവാനെ മാത്രമാണ് ആശ്രയിക്കുന്നത്. വൃന്ദാവനത്തിലുള്ള ഭക്തന്മാരെ നമ്മൾക്കറിയാം. അവരെന്തൊക്കെ അപകടം വന്നു കഴിഞ്ഞാലും ഭഗവാനെയാണ് വിളിക്കുന്നത്.
അല്ലെ? കാട്ടുതീ, വൃന്ദാവനത്തിൽ കാട്ടുതീ വന്ന സമയത്തും അസുരന്മാർ വന്ന സമയത്തും ഒക്കെ അവർ പൂർണ്ണമായിട്ടും ഭഗവാനെയാണ് ആശ്രയിക്കുന്നത്. ഭഗവാൻ ഞങ്ങളെ രക്ഷിക്കും, ഞങ്ങൾക്കൊന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് അവർക്ക് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ മുക്താത്മാക്കളായിട്ടിരിക്കുന്നത്. ഭഗവാനെ മാത്രം ആശ്രയിക്കുന്ന വ്യക്തിയാണ് മുക്താത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ ആരെയും ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ ആരെയാണോ ആശ്രയിക്കേണ്ടത് ആ ഭഗവാനെ ആശ്രയിക്കാതെ മറ്റു പലതിനെ ആശ്രയിക്കും. അങ്ങനെയാണ് നമ്മൾ ബദ്ധാത്മാവായിട്ട് മാറുന്നത്. പക്ഷെ ഭഗവാനെ മാത്രം ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ് മുക്താത്മാവ് എന്നിവിടെ വ്യക്തമാക്കുന്നുണ്ട്. കൃഷ്ണാബോധമാർന്ന ഭക്തൻ ദേവന്മാരിലോ മനുഷ്യരിലോ അഭയം തേടുകയില്ല. അയാൾ കൃഷ്ണാബോധത്തോടെ ചെയ്യുന്നതെന്നും കർത്തവ്യ നിർവഹണമാണ്. പൂർണ്ണ കൃഷ്ണാബോധത്തിലുള്ള വ്യക്തി ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെയായിരിക്കും? ഇത് ഭഗവാനെ തൃപ്തിയാകണം, ഇത് ഭഗവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ, ഭഗവാനെ തൃപ്തിയാകുമോ എന്നുള്ള ചിന്തയിലായിരിക്കും കൃഷ്ണാബോധമുള്ള വ്യക്തി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും എന്താവും? യജ്ഞാർത്ഥ കർമ്മമാവും, ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കർമ്മമാവും. അതുകൊണ്ട് അത് ആത്മീയമായിട്ടുള്ള കർത്തവ്യവുമാകും. പൂർണ്ണമായിട്ട് കൃഷ്ണാബോധത്തിലിരിക്കുന്ന വ്യക്തി ചെയ്യുന്നതൊക്കെ കർത്തവ്യം തന്നെയാണ്, ആത്മീയമായിട്ടുള്ള കർത്തവ്യമാണ് എന്നാണ് ഇവിടെ ശിലപ്രഭാതര് വിശദീകരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഉയർന്ന ഒരു സ്റ്റേജാണ്. കൃഷ്ണാബോധത്തിൽ പൂർണ്ണത വന്നിട്ടുള്ള ഉയർന്ന വ്യക്തികളെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്, ശിലപ്രഭാതർ വിശദീകരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഇടയ്ക്കുള്ള സ്റ്റേജിൽ നമ്മൾ രണ്ട് കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾക്ക് ഉയരാൻ സാധിക്കും. കുറച്ച് നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ പൂർണ്ണമായിട്ടും സമർപ്പണ ബുദ്ധിയോടുകൂടി ഭക്തി സേവനങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള കടമകളും ചെയ്യേണ്ടി വരും. ഭൗതികമായിട്ടുള്ള കടമകൾ ഒരു കടമ എന്നുള്ള രീതിയിൽ ചെയ്യണം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ഏത് ഭാവത്തിൽ ചെയ്യണം, എങ്ങനെ ചെയ്താൽ നമ്മളിവിടെ കുടുങ്ങി പോകുന്നില്ല, എങ്ങനെ ചെയ്താലാണ് കുടുങ്ങി പോകുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതിന്റെ ഭാവാർത്ഥം വായിച്ചതാണ് അല്ലേ? ഓക്കെ, 19ാമത്തെ ശ്ലോകം. തസ്മാൻ അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹി ആചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. നമ്മുടെ കടമകളൊക്കെ, ഭൗതികമായിട്ടുള്ള കടമകളൊക്കെ അസക്തമായിട്ട് ചെയ്യണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് അതിൽ നിന്ന് എന്തെങ്കിലും നേടാം എന്നുള്ള രീതിയിലാണ് ഭൗതികമായിട്ടുള്ള കടമകൾ നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് അതിൽ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. രാഗദ്വേഷം, ഒന്നുകിൽ നമ്മൾക്ക് കൂടുതൽ തൃപ്തി നേടിക്കഴിഞ്ഞാൽ, നമ്മൾ വിചാരിച്ച മാതിരിയൊക്കെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ കൂടുതൽ ആ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടും. ഇനി നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ നമ്മൾക്ക് അതിനോട് ദേഷ്യമുണ്ടാകും, വെറുപ്പുണ്ടാകും, അങ്ങനെ കാമക്രോധങ്ങളൊക്കെ ഉണ്ടാകും. ഏത് വിധത്തിലാണെങ്കിലും ഒരു കർമ്മം, ഭൗതികമായിട്ടുള്ള കടമ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനോട് ആസക്തി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഭൗതികമായിട്ടുള്ള ആകർഷണവും വികർഷണവും ഉണ്ടാകും. അതിൽ നമ്മൾ കുടുങ്ങി. രാഗദ്വേഷം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. രാഗവും നമ്മളെ കൊടുക്കുന്നതാണ്, ദ്വേഷവും നമ്മളെ കൊടുക്കുന്നതാണ്. ഒരു കർമ്മത്തിനോടുള്ള ആകർഷണവും നമ്മളെ കൊടുക്കുന്നതാണ്, അതിനോടുള്ള ദേഷ്യവും നമ്മളെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ എങ്ങനെ ചെയ്യാനാണ് പറയുന്നത്? അസക്തോഹി ആചരൻ കർമ്മം, ഇതെന്റെ കടമയാണ്, ഇത് ഞാൻ ചെയ്യേണ്ടതാണ് എന്നുള്ള രീതിയിൽ മാത്രം ചെയ്യുക, അതിന്റെ ഫലം പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഭൗതികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആത്മീയമായിട്ടുള്ള കർമ്മങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതിൽ നിന്നും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് ചെയ്യേണ്ടത്. ഭഗവാന്റെ ഭക്തി സേവനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ വലിയ സുഖസൗകര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള രീതിയിലല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഭഗവാനെ തൃപ്തിയാണ്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന് തൃപ്തിയാകും എന്നുള്ള ഭാവത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോകുന്നില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വീണ്ടും കുടുങ്ങി പോകാൻ സാധ്യതയുണ്ട്. ഭക്തി ചെയ്യുമ്പോഴും നമ്മൾ ഫലം പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഭഗവാൻ എനിക്ക് അത് നൽകും, ഇത് നൽകും, ഭഗവാൻ എനിക്ക് അത് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിലും നമ്മൾ കുടുങ്ങിപ്പോകാൻ സാധ്യത. കാരണം എന്താണ്? നമ്മൾക്ക്
വിചാരിച്ച ആഗ്രഹം നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഭക്തി സേവനത്തിന് അത്ര പ്രാധാന്യം കൊടുക്കില്ല. പിന്നെ നമ്മൾക്ക് ആ ഫലത്തിൽ നമ്മൾ ആസക്തരായിട്ട് അങ്ങനെ പോകും. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പം അതിന്റെ പേരിലും ഭക്തിയിൽ പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഭഗവാൻ അത് തന്നില്ല, ഞാൻ വിചാരിച്ച കാര്യം എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലും താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഭഗവാൻ പറയുന്നത് അങ്ങനെയൊന്നും ചിന്തിക്കാതെ, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കൊന്നും വേണ്ടി ചിന്തിക്കാതെ, ഇത് ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന് സന്തോഷമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഭക്തി സേവനമായാലും അങ്ങനെ ചെയ്യണം, അനാസക്തമായിട്ട് ചെയ്യണം എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കർമ്മഫലകാംക്ഷ കൂടാതെ കടമ എന്ന നിലയ്ക്ക് കർത്തവ്യം നിറവേറ്റുക, നിഷ്കാമ പ്രവർത്തനം ഭക്തനെ പരമപദത്തിലേക്ക് എത്തിക്കും. അങ്ങനെ ഒരു ഒട്ടലില്ലാതെ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾക്ക് ഫലം പ്രതീക്ഷിക്കാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഭക്തിയിൽ നമ്മൾക്ക് ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യാൻ സാധിക്കും. ഭക്തിയിൽ എന്താണ് ഫലം? അതിലും ഒരു ഫലമുണ്ട്. എന്താണ് ഫലം? ഭഗവാന്റെ തൃപ്തിയാണ് ഫലം. അത് ഭഗവാന്റെ തൃപ്തിയാകും. അതുകൊണ്ട് ഞാൻ ചെയ്തത് പെർഫെക്റ്റ് ആണ്, കറക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്തു പോന്നാൽ ആ വ്യക്തിക്ക് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. നിഷ്കാമ പ്രവർത്തനം ഭക്തനെ പരമപദത്തിൽ എത്തി. അത് ഭഗവാനെ തൃപ്തിയാക്കും, ഭഗവാനെ നമ്മളോട് അടുപ്പിക്കും, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും ആ വ്യക്തിക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കർമ്മം, ഇതുവരെ കർമ്മം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഭഗവാൻ പറഞ്ഞു തന്നു. കർമ്മം ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. എങ്ങനെയുള്ള കർമ്മമാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. യജ്ഞത്തിന് വേണ്ടിയുള്ള കർമ്മമാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഭഗവാൻ എന്താണ് പറയുന്നത്? ഏത് ഭാവത്തിൽ നമ്മൾ കർമ്മം ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഏത് രീതിയിൽ, ഏത് ഭാവത്തിൽ നമ്മൾ കർമ്മം ചെയ്യണം, എങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഒട്ടിപ്പോകാതിരിക്കുന്നത് എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നത്. അതിന്റെ ഉദാഹരണം അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നത്. അങ്ങനെയൊക്കെ കർമ്മം ചെയ്ത വ്യക്തികൾ, ഉയർന്ന വ്യക്തികൾ, ഭഗവാന്റെ ഭക്തന്മാരുണ്ടായിരുന്നു. ആ കർമ്മം അത് നമുക്ക് കൂടുതൽ വ്യക്തമാക്കി തരുന്നതിന് വേണ്ടി അടുത്ത ശ്ലോകത്തിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉദാഹരണം ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ വായിച്ച 2 ശ്ലോകങ്ങളിൽ നമ്മൾ 3 ശ്ലോകം വായിച്ചു. ആ 3 ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. നമ്മൾ വായിച്ചിട്ടുള്ള 3 ശ്ലോകങ്ങൾ: യസ്ഥാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവ ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന നചാസ്യ സർവഭൂതേഷു തച്ചിദർത്ഥകൃതാശ്രയ തസ്മാത് അസക്ത സതതം കാര്യം